Hello, എല്ലാ മച്ചാന്മാർക്കും എല്ലാം ടു ക്രിയേഷൻസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എല്ലാ മച്ചാന്മാർക്കും യൂസ്ഫുൾ ആവുന്ന അടിപൊളി ഒരു വീഡിയോ ആണ് പറയാൻ പോകുന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ ഗൂഗിളിന്റെ അടുത്തൊരു ആപ്ലിക്കേഷൻ ആയിട്ടുള്ള യൂട്യൂബ് ക്രിയേറ്റ്. യൂട്യൂബേഴ്സിനും അതുപോലെ ഇൻസ്റ്റയിൽ റീൽസ് ഇടുന്നവർക്കും എല്ലാം എഡിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു കിടിലം ആപ്ലിക്കേഷനാണ് യൂട്യൂബ് ക്രിയേറ്റ്. ഇപ്പോൾ യൂട്യൂബ് ക്രിയേറ്റ് ബീറ്റ വെർഷനിൽ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഈ ഒരു ആപ്ലിക്കേഷൻ കൊണ്ട് നമുക്ക് ഒരുപാട് എഡിറ്റ് ചെയ്യാം, വീഡിയോസ് എഡിറ്റ് ചെയ്യാം, അങ്ങനെ പല യൂസ്ഫുൾ ഉള്ള ഒരു കിടിലം ആപ്ലിക്കേഷനാണ്. ഇതിൽ മ്യൂസിക്സ് എല്ലാം ഇൻബിൽഡ് ആയിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് നേരെ ആപ്ലിക്കേഷൻ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, യൂസ് ചെയ്യാമെന്നൊക്കെ നോക്കിയാലോ. അപ്പോൾ മച്ചാമാരെ, ഒരു സമയം കളയാതെ നമുക്ക് നേരെ നമ്മുടെ യൂട്യൂബ് ക്രിയേറ്റ് ആപ്ലിക്കേഷൻ പരിചയപ്പെടാം. അപ്പോൾ ഇതിൽ നമ്മുടെ വീഡിയോ എഡിറ്റ് ചെയ്യാം, വീഡിയോയുടെ സൗണ്ട് മ്യൂട്ട് ചെയ്യാം, അങ്ങനെ പല ഫീച്ചേഴ്സും അവൈലബിൾ ആയിട്ടുള്ളൊരു കിണ്ണം കാച്ചൊരു ആപ്ലിക്കേഷനാണ് യൂട്യൂബ് ക്രിയേറ്റ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് യൂട്യൂബ് ക്രിയേറ്റ് ആപ്ലിക്കേഷൻ നമ്മുടെ പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്യാം. ഞാൻ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശേഷം നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡായിട്ട് പറയാം. അപ്പം ഒന്നും കൂടി ഞാൻ പറയാണ്, നമുക്ക് കൈൻ മാസ്റ്ററിലൊക്കെ നമ്മൾ എന്തൊക്കെയാണോ ഫീച്ചേഴ്സ് മോഡ് എടുത്തൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അതല്ല, അതിൽ കൂടുതൽ ഫീച്ചേഴ്സ് നമുക്ക് ഇപ്പോൾ തന്നെ ഒരു ബീറ്റ വെർഷനിൽ വന്ന ഈ ഒരു യൂട്യൂബ് ക്രിയേറ്റ് ആപ്ലിക്കേഷനിൽ നമുക്ക് ഇപ്പോൾ തന്നെ ലഭ്യമാണ്. നമ്മുടെ ആപ്ലിക്കേഷൻ ഇവിടെ ഡൗൺലോഡ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് അത് ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ ഇതുപോലെ നമ്മുടെ സൈൻ ഇൻ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് കാണുന്നത്. ശേഷം നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ഏതാണോ, ഞാൻ ഇവിടെ എൻ്റെ ചാനലിൻ്റെ ഇമെയിൽ ഐ ഡി ടാപ്പ് ചെയ്തിട്ട് ഇവിടെ ആഡ് ചെയ്യുകയാണ്. നമ്മുടെ LM2 ക്രിയേഷൻസിൻ്റെ ഐ ഡി ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ശേഷം നോക്കുമ്പോൾ ഇതുപോലൊരു പ്ലസ് ബട്ടൺ ഐക്കൺ കാണാൻ കഴിയും. നമുക്ക് ഇതുപോലെ ഇങ്ങനൊരു പ്ലസ് ബട്ടൺ ഐക്കൺ കാണാൻ കഴിയും. അപ്പം ജസ്റ്റ് ആ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ നിങ്ങളുടെ ഗാലറിയിലുള്ള വീഡിയോസ്, ഫോട്ടോസൊക്കെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്കിപ്പോൾ ഒരു വീഡിയോ ആണ് എഡിറ്റ് ചെയ്യേണ്ടതെങ്കിൽ വീഡിയോ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഒരു ഫോട്ടോ ആണെങ്കിൽ നിങ്ങളുടെ ജസ്റ്റ് ഏത് ഫോട്ടോ ആണോ വേണ്ടത് അത് സെലക്ട് ചെയ്യുക, ഇല്ലെങ്കിൽ ബ്ലാങ്ക് ക്ലിപ്പിൽ സെലക്ട് ചെയ്യുക. ഞാൻ ഇവിടെ തൽക്കാലം ഒരു ട്രയലായിട്ട് കാണിക്കുകയല്ലേ, അതുകൊണ്ട് ബ്ലാങ്ക് ക്ലിപ്പിൽ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു അൺടൈറ്റിൽ പ്രോജക്റ്റ് എന്ന് പറഞ്ഞ ഒരു ഡ്രാഫ്റ്റ് സ്റ്റേജിൽ ഇതുപോലെ നമ്മുടെ കൈൻ മാസ്റ്ററിലൊക്കെ എങ്ങനെയാണോ കിടക്കുന്നത് അതുപോലെ കിടക്കും. ഇനി ഞാൻ വീണ്ടും പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. ഇവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് സെലക്ട് ചെയ്തു. ശേഷം ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ബാക്ക്ഗ്രൗണ്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ കളർ സ്റ്റേജിൽ വന്ന് നമുക്ക് ഏത് കളറാണോ വേണ്ടത് ആ കളർ സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഈ സ്പ്ലിറ്റ് ക്ലിക്ക് ചെയ്ത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എത്ര ഭാഗം വേണമെന്നുള്ള രീതിയിൽ അത് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ അത്യാവശ്യം നമുക്ക് സ്റ്റിക്കേഴ്സ് ഇത് ഇപ്പോൾ തന്നെ അവൈലബിൾ ആണ്, അത് ആഡ് ചെയ്യാൻ പറ്റും. ഇനി നമ്മളൊരു വീഡിയോ ചെയ്തു, ആ വീഡിയോയുടെ ചില എന്തൊക്കെയോ കാരണങ്ങളാൽ അതിൻ്റെ സൗണ്ടൊക്കെ ശരിയായില്ലെങ്കിൽ നമുക്കിവിടെ വോയിസ് ഓവറിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ വന്ന് വോയിസ് ഓവർ ചെയ്ത് ഡൺ ചെയ്ത് ആഡ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇങ്ങനെ ഇവിടെ വന്ന് ഇങ്ങനെ ആഡായി കിടക്കുന്നതാണ്. ഇനി അതുപോലെ തന്നെ നമുക്ക് ഒരു ക്യാപ്ഷൻസ് ഇതിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ തന്നെ ക്യാപ്ഷൻസ് ആയിട്ട് ഇവിടെ വരുന്ന രീതിയിൽ ഏത് ലാംഗ്വേജിൽ വേണമെന്നുള്ള രീതിയിൽ സെലക്ട് ചെയ്യാൻ കഴിയും. ഇത് ബൈ ഡിഫോൾട്ട് ഇവിടെ ഇപ്പോൾ ഇംഗ്ലീഷും സ്പാനിഷും ഹിന്ദിയും മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇനി നിങ്ങൾക്ക് വീണ്ടും ഒരു ഇമേജ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു വീഡിയോയുടെ ക്ലിപ്പ് ആഡ് ചെയ്യണമെന്നുണ്ട് എങ്കിൽ ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം ഞാൻ ഇവിടെ തൽക്കാലം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ലോഗോ കിടപ്പുണ്ട്, അത് ടാപ്പ് ചെയ്തു, ഇമ്പോർട്ടിൽ ക്ലിക്ക് ചെയ്തു. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഈ ഒരു ഫിൽറ്റേഴ്സിൽ വന്ന് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫിൽറ്റേഴ്സ് ആഡ് ചെയ്യാൻ കഴിയും. എഫക്ട്സിൽ വന്നു കഴിഞ്ഞാൽ പല ടൈപ്പിലുള്ള എഫക്റ്റുകൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഇതിൽ അവൈലബിൾ ആണ്. ഓർക്കുക, ഇതൊരു ബീറ്റ സ്റ്റേജിലായിട്ട് പോലും നിങ്ങൾക്ക് ഇത്രയും ഫീച്ചേഴ്സ് അതും ഫ്രീ ആയിട്ട് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ കിട്ടുന്നുണ്ട്. ബ്രൈറ്റ്നെസ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. പിന്നെ ഈ എഫക്റ്റിൽ എന്നൊക്കെ 1 മിനിറ്റ്, ഇവിടെ ഒരു കിടിലം വേറൊരു സംഭവമുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ടെസ്റ്റ് മെസ്സേജുകൾ നമുക്ക് ഒരു എഫക്റ്റ് അനുസരിച്ച് ഏത് രീതിക്കാണോ വേണ്ടത് ആ ഒരു അളവിന് നമുക്കിവിടെ ടൈപ്പ് ചെയ്യാൻ കഴിയുന്നതാണ്. അങ്ങനെ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ഒരു യൂട്യൂബ് ചാനലിലാകട്ടെ അല്ലെങ്കിൽ ഒരു റീൽസിനാകട്ടെ വേണ്ട ഒരു ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും ഫ്രീ ആയിട്ട് കിട്ടുന്നത്. നമുക്കറിയാം, നമ്മളൊരു അലൈറ്റ് മോഷനോ അല്ലെങ്കിൽ കൈൻ മാസ്റ്ററോ ഉപയോഗിക്കുന്ന ടൈമിൽ നമുക്കതിലൊരു ഫീച്ചർ വേണമെങ്കിൽ നമ്മൾ പെയ്ഡായിട്ടോ അല്ലെങ്കിൽ നമ്മൾ
പക്ക മോഡ് ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ മോഡൊക്കെ എടുത്തു കഴിഞ്ഞാൽ പല എന്തെങ്കിലും പ്രോബ്ലംസ് വരാൻ ചാൻസ് സഹിതമുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇത്രയും ട്രസ്റ്റ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബ് ക്രിയേറ്റിൻ്റെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് വീഡിയോസ് എഡിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനെ പല രീതിയിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ ആനിമേഷൻസ് സഹിതം ഒരുപാട് ആനിമേഷൻസ് ഇപ്പോൾ തന്നെ ഇതിൽ അവൈലബിൾ ആണ്. ഇവിടെ താരം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ എത്ര സെക്കൻഡ് ലാഗ് വേണമെന്നുള്ള രീതിയിൽ അതും ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് ഇവിടെ ഒരു 3 ബട്ടണായി. ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു സ്റ്റേജ് നമുക്ക് വേണ്ടെങ്കിൽ അൺഡു അടിക്കാനുള്ളൊരു ഓപ്ഷനും അൺഡു ഓപ്ഷൻസും ഇവിടെ അവൈലബിൾ ആണ്. ശേഷം ഏറ്റവും ടോപ്പിൽ നിങ്ങൾക്ക് ഒരു 3 ഡോട്ട് ഐക്കൺ കാണാൻ കഴിയും. അതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്യുക. ഇതിൽ റേഷ്യോ ഇതിലിപ്പോൾ നമ്മുടെ അറിയാം 9:16 റേഷ്യോവും, അതുപോലെ നമ്മൾ യൂട്യൂബിൻ്റെയൊക്കെ വീഡിയോ ചെയ്യുന്ന 16:1 റേഷ്യോ, ഇത് രണ്ടും, പിന്നെ 1:1 റേഷ്യോ, ഈ ഒരു 3 റേഷ്യോ ആണ് ഇപ്പോൾ തൽക്കാലമായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി ബാക്കി നമ്മൾ അറിയാലോ, ബീറ്റാ സ്റ്റേജിൽ ഒരുപാട് പേരെ ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം ഇനിയും ഈ ഒരു ആപ്ലിക്കേഷൻ മാക്സിമം ഡെവലപ്പ് ആവുന്നതാണ്. അതും ഗൂഗിളിൻ്റെ ആയതുകൊണ്ട് നല്ല ട്രസ്റ്റ് ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷനുമാണ്. ശേഷം ഞാൻ തൽക്കാലം ഇവിടെ ഒന്ന് ബേക്ക് അടിച്ചു. ശേഷം വീണ്ടും നിങ്ങൾ ആ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. ഇവിടെ എക്സ്പോർട്ട് എന്ന് പറഞ്ഞ് കാണാൻ കഴിയും. അതിൽ നമുക്ക് വീഡിയോ ക്വാളിറ്റി ഇവിടെ 720pയും 1080pയും ആണ്, ഹൈ ക്വാളിറ്റിയാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. ശേഷം എക്സ്പോർട്ടിൽ കൊടുത്തു. അപ്പം ഇതുപോലെ ഫാസ്റ്റായിട്ട് നമ്മുടെ ഇവിടെ എക്സ്പോർട്ടിങ് സ്റ്റേജ് ഇങ്ങനെ നടക്കുകയാണ്. ഇനി ഇവിടെ ഇങ്ങനെ വരുമ്പോൾ തന്നെ നമുക്ക് 2 ഓപ്ഷൻസാണ് ഇവിടെ കിടക്കുന്നത്. അപ്ലോഡ് ആസ് യൂട്യൂബ് ഷോർട്ട്, നമ്മുടെ യൂട്യൂബ് ഷോർട്സിൽ ഷോർട്സ് വീഡിയോ ആയിട്ട് നമുക്ക് ഡയറക്റ്റ് അപ്ലോഡ് ചെയ്യാൻ കഴിയും. ഇല്ലെങ്കിൽ ജസ്റ്റ് ഷെയർ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഇപ്പോൾ ടെലിഗ്രാമിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ ഏതെങ്കിലും നമ്മുടെ ഒരു ക്ലൗഡ് സ്റ്റോറേജോ വല്ലതും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനോ വല്ലതും അയക്കണമെങ്കിൽ ഇത് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഒരു കിടിലം ആപ്ലിക്കേഷനാണ്. മാക്സിമം എല്ലാവരും ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഗൈസ്. ഇറ്റ്സ് മീ മുഹമ്മദ് ജാബർ ഫ്രം എല്ലാം ടു ക്രിയേഷൻസ്. നമ്മൾ ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ മ്യൂസിക് ആഡ് ചെയ്യാൻ പറ്റുന്ന കാര്യം ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഇടയ്ക്ക് അത് ജസ്റ്റ് ഒന്ന് മിസ്സായിപ്പോയി. എന്നാലും നമ്മൾ വീണ്ടും നമ്മളൊരു എഡിറ്റിംഗ് ആ ഒരു ഇൻ്റർഫേസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ ഈ ഒരു ടെസ്റ്റ് സ്റ്റിക്കറിൻ്റെ ആ ഒരു സൈഡിൽ നമുക്ക് സൗണ്ട് എന്ന് പറയുന്ന മ്യൂസിക്കിൻ്റെ ഒരു ഐക്കൺ കാണാൻ കഴിയും. അത് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ലൈബ്രറിയിൽ യൂട്യൂബ് ലൈബ്രറിയിൽ നിന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മിക്ക മ്യൂസിക്കുകളും നമുക്ക് ഇവിടെ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. സൗണ്ട് എഫക്റ്റ് ആയാലും പിന്നെ മ്യൂസിക്കിലായാലും അങ്ങനെ ഒന്ന് നമുക്ക് ഒരു കോപ്പിറൈറ്റ് ക്ലെയിമോ ഒന്നും വരാത്ത രീതിയിൽ ഇവിടെ നിന്ന് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വീഡിയോയിൽ എഡിറ്റ് ചെയ്ത് നമുക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വീണ്ടും ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.